Hi friends, Scheduled Caste Development Department ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്നുള്ള തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ അതിന് മുകളിലോ ബിടെക് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്നുള്ള പോസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അതിനു മുന്നേ പറയട്ടെ, I+E പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇപ്പോൾ കാറ്റഗറി നമ്പർ 455, 456 അങ്ങനെ രണ്ട് കാറ്റഗറികളായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്നുള്ളതാണ് പോസ്റ്റിന്റെ പേര്. 37,400 മുതൽ 79,000 വരെയുള്ള തസ്തിക സ്കെയിൽ ഓഫ് പേ ആണുള്ളത്. ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസികൾ ഇതിൽ 3 പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എന്താണെങ്കിലും കുറച്ച് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേന് ഉണ്ടാവും. ഇനി രണ്ട് കാറ്റഗറികളായിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞല്ലോ. 455/2025 എന്നുള്ളത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഫ്രം ക്വാളിഫൈഡ് ഹാൻഡ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ്, അതായത് SC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ ഡിപ്ലോമയുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയൊക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ റിക്രൂട്ട്മെന്റ് 450/455/2025 എന്നുള്ളത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 456/2025. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻ ദി ആബ്സെൻസ് ഓഫ് ക്വാളിഫൈഡ് ഹാൻഡ്സ് അണ്ടർ ഐറ്റം 1 എബോവ്, അതായത് ഈ SC ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ക്വാളിഫൈഡ് ഹാൻഡ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ അഡിക്വേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടിയില്ലെങ്കിലാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ SC ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റുകാർക്കും ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റുകാർ അപ്ലൈ ചെയ്യേണ്ടത് 456/2025 എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്കാണ്. 18 വയസ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പർ ഏജ് ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിന്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് 36 വയസ്സാണ് അതിന്റെ ഏജ് ലിമിറ്റ് പറയുക. 2/1/1989 ശേഷം ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ രണ്ടിനും എന്താണ്? 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗിലെ 3 വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിന് ഹയർ ആണെങ്കിലും ബിടെക് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. I+E പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ നടന്നിട്ടുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയം സ്വന്തമാക്കാനായിട്ട് I+ന് സാധിച്ചിട്ടുണ്ട്. അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതേ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ആ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാക്കരുത്. നിങ്ങളുടെ PSCയുടെ പ്രൊഫൈലിൽ ഉടനെ തന്നെ ഇത് ആക്റ്റീവ് ആവും. അതിന് അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.